Q&A. കുറെ നാളായിട്ട് നിങ്ങൾ എല്ലാവരും എന്നോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഈ Q&A. അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ആരും എന്നോട് ചോദിച്ചൊന്നുമില്ല, വേറെ ഒന്നും ചെയ്യാനില്ലാത്തോണ്ടങ്ങ് ചെയ്യുക. പക്ഷെ എന്നാലും കുറച്ച് പേര് എന്നോട് ചോദിച്ചു ലവ് സ്റ്റോറി. എന്തോന്ന് ലവ് സ്റ്റോറി? ഇത് ചോദിക്കുന്നവന്മാരുടെ പ്രൊഫൈൽ ഞാൻ കാണാറുണ്ട്. LKG, UKG, പിന്നെ അവന്മാർ സീനിയർ ചേട്ടന്മാര് 5ാം ക്ലാസ്. എന്താണ് 5ാം ക്ലാസ്സിന് ഒരു കുഴപ്പമേ ഉള്ളു. നിനക്കെന്താണ് 5ാം ക്ലാസ്സിനോടൊരു പുച്ഛം? പുച്ഛമേ ഉള്ളടാ. ഞങ്ങളുള്ളോണ്ടല്ലേടാ നീയൊക്കെ കഞ്ഞി കുടിച്ചു പോകുന്നത്. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ Q&Aക്ക് ജോയിൻ ചെയ്യുന്നു അശ്വതി. എന്നെ വിളിച്ചാൽ ഞാൻ ഇറങ്ങി പോകും. അങ്ങനെ വിളിക്കുന്ന കുറച്ചുകൂടെ നല്ലതായിട്ട് പോകും. അങ്ങനെ വിളിക്കണ്ട. ശരി, അങ്ങനെ വിളിക്കണ്ട പറഞ്ഞേക്കാം. ആദ്യത്തെ തന്നെ നമ്മുടെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. നിനക്ക് പോയി ചത്തൂടെ? സോറി, ഇതെന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ ഒരു രീതി ഇങ്ങനെയാണ്. ഞങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതി ഇതാണ്. പക്ഷെ ഭയങ്കര സ്നേഹമാണ് എന്താണേലും. എന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റ് ഉള്ള കാര്യങ്ങളായിരിക്കും ഞങ്ങൾ സംസാരിക്കുന്നത്. നമ്മൾ 5ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ല, തെക്കോട്ട് പോകുന്ന വടക്കൻ കാറ്റിനെ കവി ഉപമിക്കുന്നത് വടക്കോട്ട് പോകുന്ന തെക്കൻ കാറ്റായിട്ടാണ്. ഇങ്ങനെ ഒരു ദിവസം എത്ര തവണ ലിക്വിഡ് ആണോ സോളിഡ് ആണോ ഗ്യാസ് ആണോ എന്ന്. ഇത് ആക്ച്വലി എന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ കരുതലാണ് ശരിക്കും. എന്തൊരു ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങനത്തെ ഒക്കെ വരുന്നത്? എന്റെ ഒന്നും ആരെങ്കിലും ചോദിക്കാം. ഡൈജഷൻ അത് ശരിയായില്ലേ? അവർക്കറിയാം എല്ലാം പോക്കാന്ന്. പറഞ്ഞു മനസ്സിലായില്ലേ? ഡൈജഷൻ. ബ്രോയും ചേച്ചിയും ഇപ്പൊ എന്താ പഠിക്കുന്നത്? നിലവിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിതമാണ്. ഇതിന്റെ സിലബസ് ഭയങ്കര പാടാണ്, ഡെയിലി എക്സാമും ഉണ്ട്. പിന്നെ ഞാനിപ്പോ ഫാനുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. വേറെ PhD കിട്ടും. എന്നുവെച്ചാ ഒരു പണിയില്ല, വായും മുളന്ന് മണ്ടക്കോട്ട് നോക്കി ഇരിപ്പാന്ന്. ചേച്ചി ഇപ്പൊ പഠിക്കുന്നത് വേറെ എന്തോ എന്റെ ഇപ്പുറത്തിരിപ്പുണ്ട്. നീ വായിക്ക്. ഇത്ര ഒച്ചത്തിൽ എനിക്ക് വായിക്കാൻ പറ്റും. മണാലി ട്രിപ്പ് ലോക്ക്ഡ് അപ്പ് റെഡി, നെക്സ്റ്റ് ട്രിപ്പ് പ്ലാൻസ്. കൊണ്ടുപോകാൻ ട്രിപ്പിന്റെ പ്ലാൻസ്. സംഭവം മണാലി ട്രിപ്പ് ഒക്കെ നല്ലതായിരുന്നു. പക്ഷെ അതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. ഇന്ന് രാവിലെ കഞ്ഞിയാ കുടിച്ചത്, അതിന് മുമ്പ് ചപ്പാത്തി ആയിരുന്നു. ചുമ്മാ ട്രിപ്പ് നല്ലതായിരുന്നു. വണ്ടിയുടെ പേര് കൊള്ളാം. എനിക്ക് കസോളായിരുന്നു പോകേണ്ടത്, പക്ഷെ ഇതിന്റെ നിർബന്ധം കാരണം ഇപ്പൊ മണാലി ആയിട്ടുണ്ട്. ഭയങ്കര മഞ്ഞുണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഇതുകൊണ്ട് ഇവിടെ ആയിട്ടാണ് മഞ്ഞ് നമ്മൾ കണ്ടത്. ഇതിലും അടുത്ത് ചന്ദ്രനാ. ഈ പൈപ്പും പോച്ച എന്റെ വീട്ടിലുണ്ട്. ഇതിൽ പ്രത്യേകത ഒന്നുമില്ല ഇവിടെ. അതായത് പ്രശ്നം. ഇത് ചാണകമാണ്. അങ്ങോട്ടാ പോകുന്നതെന്ന് വല്ല അറിയോ? കണ്ടാ മാമ വന്ന് പിടിച്ചോണ്ട് വെക്കും നിന്നെ. ഞാൻ അവിടുത്തെ സെലിബ്രിറ്റി. ശരി, എവന്റെ കൂട്ടത്തിൽ ഫോട്ടോ എടുക്കുന്നതിന് എനിക്ക് 100 രൂപ വെച്ച് മേടിച്ച്. ഇങ്ങോട്ട് ഒട്ടിക്കരുതോ QR? അയ്യേ, നിന്റെ പല്ലിലൊക്കെ ആയി. സുഹൃത്തുക്കളെ, ഈ സാമാനം എല്ലാം ഇട്ടു. എന്റെ ആപ്പാടെ ഉള്ള ഒരൊറ്റ ടെൻഷൻ, എന്നെ ഇപ്പോഴും എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരൊറ്റ ടെൻഷൻ, ഞാൻ എങ്ങനെ മൂത്രം ഒഴിക്കും എനിക്കറിയത്തില്ല. മൂത്രം ഒഴിക്കാൻ മുട്ടി ഇതിനകത്ത് ഒഴിക്കാനേ പറ്റത്തുള്ളൂ. ഞാൻ ഒഴിക്കും, എന്നിട്ട് കണ്ടവനെ കൊടുക്കുകയും ചെയ്യും. ഐസിന്റെ ഒക്കെ പീസിന്റെ ക്ലാരിറ്റി ഉണ്ടോ? ഐസ് ഇത് എന്തൊരു ക്ലിയർ ആ ഐസ്. തിന്നാൻ തോന്നുന്നു, പക്ഷെ മൂത്രമായിരിക്കും. ഒരു കടയിൽ ഞങ്ങളിപ്പോ തിന്നാൻ കയറി. ഈ സാധനം അവൻ കൈ കൊണ്ട് തന്നിട്ട് പറയും ഇതിനകത്തുള്ള ഒന്നുമില്ലെന്ന്. എഴുതി വെച്ചിരിക്കുന്നുണ്ടോ? അതിനകത്തുള്ള ഒന്നുമില്ല ഇവിടെ, ബാക്കി മാത്രമേ ഉള്ളൂ. ഒരു കാര്യം കാണിച്ചു തരാവേ. ഉണ്ടോ അടിച്ച് പൊട്ടാനായിട്ട്. If you woke up as your subscriber for a day, what would you comment on your own video? ഞാൻ എന്റെ സ്വന്തം വീഡിയോയിൽ ഞാൻ എന്റെ സബ്സ്ക്രൈബർ ആയിരുന്നു എന്തോ കമന്റ് ഇടുവെന്ന് തെറി വിളിക്കുവോ? പോയി പണി നോക്കണീന്ന് പറയുവോ? നിർത്തിപ്പോടിന്ന് പറയുവോ? ഞാനായിരുന്നെങ്കിൽ വല്ലപ്പോഴും വീഡിയോ മുണഞ്ഞവനെ ടെലിപതി ചാലഞ്ച് ചെയ്യും. നീയൊക്കെ എന്തോ വിചാരിച്ചു ഇമാതിരി ഊള പരിപാടികൾ ഞാൻ ചെയ്യുന്നു? എന്റെ അടുത്ത് നിന്ന് ഒരിക്കലും പ്രതി. ഇതെങ്ങനെ ഈ പരിപാടി അറിയുവോ? എനിക്ക് സത്യമായിട്ട് അറിയത്തില്ലെന്നും. നീ നിന്റെ ഒരു കൈ പൊക്ക്. പൊക്കിയോ? നീ ഏതാ പൊക്കിയേ? റൈറ്റ്. റൈറ്റ്. അപ്പൊ എന്തോ സംഭവിച്ചു? അപ്പൊ നമ്മൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഓക്കെ, ഇനി ഞാൻ പറയാം. അങ്ങനെ ഉണ്ടെങ്കിൽ റൈറ്റ് കൈയിലെ ഏതെങ്കിലും ഒരു വിരല് പൊക്ക്. പറ. പോയിന്റ് ചെയ്യുന്ന ഫിംഗർ. മിഡിൽ ഫിംഗർ. ഏതെങ്കിലും ഒരു കണ്ണടക്കിയ. ഞാൻ റൈറ്റ് അടച്ചേ, നീയോ? ഞാൻ ലെഫ്റ്റ്. അതിന്റെ അർത്ഥം എന്തുവാ? നമ്മൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ അല്ല. ഏതെങ്കിലും ഒരു കാല് പൊക്ക്. ഏതാ പൊക്കിയേ? ലെഫ്റ്റ്. ഞാൻ റൈറ്റ്. നീ എന്തെല്ലാം റൈറ്റ് പൊക്കുന്നേ? ഓക്കെ, ഇനി ഏതെങ്കിലും ഒരു സൈഡിലോട്ട് തിരിയ. നോക്കിയ മാതിരി പണിയൊക്കെ എനിക്ക് ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. ഓക്കെ, 3 കളറിലുള്ള മുട്ടായി ഉണ്ട്. ബ്ലൂ, റെഡ്, ഗ്രീൻ. അതിനകത്ത് ഏതിലും തിന്നണം. അതിനകത്ത് ഏത് കളർ ആദ്യം എടുക്കും?
ഏതേലും ഒരെണ്ണം എടുക്കണോ? അത് ഒന്നാണെങ്കിൽ പാസ്സാ. പാസോ? റെഡി 1 2 3 സ്റ്റാർട്ട്. റെഡ് ഞാൻ തിന്നു. ബ്ലൂ ആണോ? കൊറേ നേരമായി കേട്ടോ. ഇത് മതി, നിർത്തിയേക്കാം. ഏത് കോഴ്സാണ് പഠിക്കുന്നേ? ഏത് കോഴ്സാണ് പഠിക്കുന്നേ? നിനക്ക് നേരെ പറഞ്ഞെന്താ? ഏത് കോഴ്സാ പഠിക്കുന്നേ? ഞാൻ അങ്ങനെ നീ ഇങ്ങനെ ഇത് ഓർമ്മിപ്പിക്കല്ലേ, സങ്കടം വരും. ഒരു പണിയും ചെയ്യുന്നില്ല. എങ്ങനെ ബ്രോയെ പോലെ റിച്ച് ആവാം? ഐ വാണ്ട് ടു ലീവ് യുവർ ലൈഫ്. എന്റെ ജീവിതം തന്നെ ജീവിക്കണമെന്ന്. എന്നെ പോലെ റിച്ച് ആവാം. കൊള്ളാം. എന്റെ ജീവിതം ഞാൻ തന്നെ ഇടയ്ക്കിരുന്ന് വിലയിരുത്താൻ നേരം ഞാൻ ആലോചിക്കാറുണ്ട്. ഈ മണിവരെങ്ങനെ ജീവിക്കുന്നേന്ന്. അതെ, റിച്ച് ആവാൻ എന്തോ ചെയ്യണം? ഡെയിലി 5 മണിക്ക് എണീക്കണോ? വേണ്ട. കഷ്ടപ്പെടണോ? വേണ്ട. ഇൻവെസ്റ്റ് ചെയ്യണോ? വേണ്ട. പിന്നെ പപ്പ റിച്ച് ആയാൽ മതി. അപ്പൊ ഗൈസ്, ട്യൂട്ടോറിയൽ ഓവർ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റ. ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരുടെയും പോസ്റ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഡ്രീം ലൈഫ്. റിയൽ ലൈഫിലോ? ഹലോ അമ്മ, ഒരു 500 രൂപ ഇങ്ങോട്ടെ. എന്തോ അമ്മ, ഒരു 500 രൂപ ഇങ്ങോട്ടതാ. ഓ ഓക്കെ, കോമഡി ഒക്കെ വിടും. നിങ്ങൾക്ക് ശരിക്കും എന്നെ പോലെ ജീവിക്കണോ? സത്യം പറയല്ലേ, നമ്മൾ അത്ര റിച്ച് ഒന്നും അല്ല. പക്ഷെ ആരണ്ടൊക്കെ ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കുന്നതുകൊണ്ട് നമ്മുടെ ദാരിദ്ര്യം ഏകദേശം HD ഇല്ല. ദാരിദ്ര്യം തന്നെ, പക്ഷെ അസ്തറ്റിക് ആയിട്ടാ വീഡിയോ അല്ലേ ഫോട്ടോ പിടിക്കുന്നത്. അതെ, അല്ലാതെ വലിയ റിച്ച് ഒന്നും അല്ല ബ്രോ. അവസാനമായിട്ട് കിട്ടിയ ബാഡ് സിറ്റുവേഷൻ ഷെയർ ചെയ്യും. പറ, നിന്റെ അവസാനമായിട്ട് കിട്ടിയ ബാഡ് സിറ്റുവേഷൻ ഒന്ന് ഷെയർ ചെയ്തേ, കേക്കട്ടെ. നീമോയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോയപ്പോ, നീമോ ആരാന്ന് പറ. നീമോ എന്റെ പട്ടി. ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോയപ്പോ അവൻ എന്റെ മണ്ടയ്ക്കോട്ട് ചാടി കയറി, ഞാൻ അടിച്ചു കെട്ടി വീണു. അപ്പൊ ആൾക്കാർ ഒരുപാട് പേര് എന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. അവിടെ ഞാൻ നാണം കെട്ട് നാറി നാരാണ് കല്ലടങ്ങി. എന്റെ അവസാനമായിട്ട് നടന്ന ബാഡ് സിറ്റുവേഷൻ എന്തോന്ന് പറഞ്ഞാൽ, അത് ഞങ്ങൾ രണ്ടുപേരും വലിയ വഴക്ക് നടക്കുകയായിരുന്നു. കാര്യമായിട്ട് വഴക്കിടുമായിരുന്നു. അപ്പൊ ഞാൻ വലിയ മാസൊക്കെ കാണിച്ച് വെളിയിലോട്ടൊന്ന് പോയിട്ട് അകത്ത് കയറി വന്നായിരുന്നു. തറയിൽ ഒരു ഇച്ചിരി വെള്ളം കിടപ്പുണ്ടായിരുന്നു. അത് തന്നെ എന്റെ കാല ഇച്ചിരി വെള്ളത്തിൽ ഒന്ന് ടച്ച് ചെയ്തു. ഞാൻ മറ്റേ ഇങ്ങനെ ആയിപ്പോയി. ഇതിന്റെ ഇടവശം നൊന്തു, വളരെ നൊന്തു. ഞാൻ ഒച്ച വെച്ചില്ല, ഞാൻ വലിയ രീതിയിൽ ഒച്ച വെച്ചില്ല. കാര്യം എന്താന്ന് പറയാൻ നാളെ കാണാൻ പറ്റത്തില്ലല്ലോ, ഭയങ്കര മാസമായിട്ട് കയറി വന്നതാ. ഞാൻ വിചാരിച്ചു ഇവള് കാണത്തില്ലെന്ന്. ഞാൻ എണ്ണിക്കാനുള്ള പ്ലാൻ ഞാൻ നടത്തി. പക്ഷെ എണ്ണിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഇരിക്കുമല്ലോ, ഇങ്ങനെ ഏതാണ്ട് ഇങ്ങനെ കവ കീറിയിട്ടിരിക്കുക. എണ്ണിക്കാൻ പറ്റത്തില്ല. ഇവള് കണ്ടു, ചിരിച്ചല്ലേ ഞാനപ്പം. ചിരിച്ചു. വേറെ എന്തോ എടുക്കാൻ, അളിഞ്ഞ് നാറിയ അപ്പിയായി. അതായിരുന്നു എന്റെ ബാഡ് സിറ്റുവേഷൻ. ഓക്കെ, അടുത്ത. ഹൗ ഡു യു ഗൈസ് സോൾവ് ഫൈറ്റിംഗ്? സോൾവ് ഒക്കെ ആവാറുണ്ടോ? ഇല്ല, ക്ഷീണിക്കാൻ നേരം നിർത്തും, അത്രേ ഉള്ളൂ. റോയ്ക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ? നോ. ഹു ഈസ് മോർ ടോക്സിക്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ ചൂണ്ടി പിടിച്ചേക്കുന്നേ? പിന്നെ എന്തോ വെട്ടി ഞാൻ നുറുക്കിക്കളയും. സംഭവം ഇത്രേ ഉള്ളൂ. ഇവളെല്ലാം ഓർത്തിരിക്കാറുണ്ട്, നടക്കാത്ത കാര്യം ഉൾപ്പെടെ. ഇവനെല്ലാം മറന്നു, നടന്ന കാര്യം ഉൾപ്പെടെ. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, ഞാൻ മറന്നു പോകുന്നുണ്ട്. കമ്മിറ്റഡ് ലൈഫ് ആയതിനു ശേഷം ലൈഫിൽ വന്ന മാറ്റങ്ങൾ എന്താണെന്ന് പറയാവോ? ഞാൻ കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആയി. എനിക്ക് അതിൻ്റെതൊക്കെ ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ എനിക്ക് വന്ന ഏറ്റവും വലിയ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ, എനിക്ക് പേര് പോലും അറിയാത്ത ഓരോ ചപ്പളോ സാധനങ്ങൾ എന്റെ മുഖത്ത് ഞാൻ തേക്കുന്നുണ്ട്. ഇപ്പം എന്താ വന്നു പോലും എനിക്കറിയത്തില്ല. രാത്രിയിൽ രാവിലെ ഒക്കെ ഏതാണ്ടൊക്കെ തേക്കാറുണ്ട്. അതിൻ്റെതായ ഒരു സൗന്ദര്യം ഇപ്പൊ കാണാനുണ്ട്. ആൾക്കാർ കളിയാക്കും തന്നെ, മോന്തുളിക്കുകയും ചോദിക്കും. സോപ്പിന്റെ സ്മെൽ ഈസ് വെരി ഗുഡ്, പക്ഷെ ടേസ്റ്റ് വളരെ മോശം. സോ അപ്പിയുടെ സ്മെൽ ഈസ് വെരി ബാഡ്, പക്ഷെ ടേസ്റ്റ് അപ്പം നല്ലതായിരിക്കുമോ? ഡയറി മിൽക്ക് പോലെ ആണെങ്കിലോ? അവന്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. ഇതാണ് നമ്മുടെ ലോകം ഡിമാൻഡ് ചെയ്യുന്ന ആ ചോദ്യം. ഡെയിലി കാണുന്നതല്ലയോ, കുറച്ചടുത്ത് ഞണഞ്ഞു നോക്കാന്നല്ല. ചിക്കൻ ബിരിയാണി പൊറോട്ടയുടെ കൂടെ കഴിച്ചിട്ടുണ്ട്. ഞാൻ തിന്നൊന്നും നീ കാണാത്തോണ്ട, നീ ഒന്ന് കണ്ടു നോക്ക്. അഴോ സോസും വറുത്തത് വിത്ത് നൂഡിൽസ്, അത് കാണിച്ചാടാ ഇത്. ചോക്ലേറ്റ് മത്തിക്കറി. ചോക്ലേറ്റ് മാത്രം ഒഴിക്കാം. മീന്റെ പീസാ ഞാൻ എടുത്തേക്കുന്നത്, കൂട്ടത്തിൽ ചോക്ലേറ്റ്. ഇനി ഇവക്ക് കുറെ ഫുഡിന്റെ കുറെ കോമ്പിനേഷൻസ് ഉണ്ട്, അതൊക്കെ ഒന്ന് പറഞ്ഞു. സ്ട്രോബെറിയും ചോക്ലേറ്റും, അത് കൊള്ളാം. ഡേറ്റ്സും ബട്ടറും, അതും നല്ലതാ. റിലേഷൻഷിപ്പ് ലാസ്റ്റ് ചെയ്യാനും എല്ലാത്തിനും അഡ്വൈസ് ഫ്രം യുവർ പേഴ്സണൽ എക്സ്പീരിയൻസ്. മറ്റേ റീലൊക്കെ കണ്ടിട്ട് അങ്ങനെ ആവുമെന്ന് വിചാരിക്കരുത്, സിനിമ കണ്ടിട്ട് ഇങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിക്കരുത്, ഈവൻ ഞങ്ങളെ തന്നെ കണ്ടിട്ട് ഇവർ വഴക്കിടത്തില്ലല്ലോ ഇങ്ങനെ ആവണമെന്നൊന്നും വിചാരിക്കരുത്. എന്നാൽ അങ്ങനെ ഒന്നും അല്ല. എപ്പോഴും പൂവും പഞ്ചസാരയും മാത്രമല്ല ജീവിതത്തില്. പൂവും
പൂമ്പാറ്റേ. പൂവും പൂമ്പാറ്റേ. അത് മാത്രമൊന്നുമല്ല, ജീവിതത്തിൽ ഇടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെയാണ്. വഴക്കിടണം, എപ്പോഴും വഴക്കിട്ട് കഴിഞ്ഞിട്ട് സോൾവ് ചെയ്യണം. അല്ലാതെ എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കും എന്ന് വിചാരിക്കരുത്. എല്ലാവർക്കും അവരുടേതായ ഫോൾട്ടുകൾ കാണും. നിങ്ങൾ രണ്ടുപേരും മനുഷ്യന്മാർ തന്നെയാണോ? അല്ല, ഞങ്ങൾ മനുഷ്യന്മാരല്ല, ഞങ്ങൾ അന്യഗ്രഹ ജീവികളാണ്. പേടകം വെളി വന്ന് നിൽപ്പുണ്ട്. അപ്പോഴത്തേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കിൽ നിൽക്കുക, എല്ലാം ചെയ്യുക. അപ്പോഴത്തേക്ക് ടാറ്റ, ബൈ ബൈ. ടാറ്റ പറ. ബൈ.